സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. ഹാൻസ് ജോൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഹാൻസ് ജോൺ. എന്താണ്, മഴയുണ്ടോ തിരുവനന്തപുരത്ത്? ആദ്യം അതറിയട്ടെ. ഇല്ല, മഴയില്ല. ഗുഡ് മോർണിംഗ് ബിനിൽ. മഴയില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാകും. കാരണം തെളിഞ്ഞ കാലാവസ്ഥ, വെയിലുണ്ട്. പക്ഷേ ഇന്ന് യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇന്നും മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ എല്ലാവരും ജാഗ്രത പുലർത്തണം. ഇന്ന് തിരുവിതാംകൂർ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ പോലെ അല്ലല്ലോ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും സാഹചര്യം വ്യത്യാസമുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ ശക്തമായ മഴയാണ് എന്നുള്ളതാണ് രാവിലെ രതീഷ് വാസുദേവൻ പല മേഖലകളിലും, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒരു ചക്രവാത ചുഴി ഉണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ എന്തായി ഹാൻസ്? ഇപ്പോൾ പൊതു സാഹചര്യം കൂടി ഒന്ന് പറയാമോ? തീർച്ചയായും പിന്നിൽ ഞാൻ അതിലേക്ക് കടക്കുകയായിരുന്നു. 5 ജില്ലകളിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലെ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം ഈ 5 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. ഇത് പ്രധാനമായും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ്. ന്യൂനമർദ്ദം ഇപ്പോഴും സജീവമായി തുടരുന്നു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വടക്കൻ ജില്ലകളിലടക്കം 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വരുന്ന 29 ഈ ഞായറാഴ്ച വരെ ഇത്തരത്തിൽ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാളെയും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുണ്ട്. നാളെ സംസ്ഥാനത്തിൻ്റെ പകുതി ജില്ലകൾ, ഏകദേശം 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും അതിനോടൊപ്പം തന്നെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് ബിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയുടെ ഭാഗമായി സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, പത്തനംതിട്ട ഈ ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചില താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോതമംഗലം, ചേർത്തല, കുട്ടനാട്, നിലമ്പൂർ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്ന മറ്റൊരു കാര്യം, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ നടക്കുന്നുണ്ട്. ഇവയ്ക്കൊന്നും തന്നെ മാറ്റമില്ല. ഈ പരീക്ഷകളെല്ലാം തന്നെ നടക്കും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അതീവ ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ റവന്യൂ വകുപ്പ് അധികൃതർക്കൊന്നും ലീവിൽ പ്രവേശിക്കരുതെന്നുള്ള പ്രത്യേക നിർദ്ദേശം മന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും അതിനോടൊപ്പം തന്നെ തീരദേശങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഒരു 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ കേരള വ്യക്തമാണ്. അപ്പോൾ ആ മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഹാൻസ് പറഞ്ഞ മുന്നറിയിപ്പുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ കേൾക്കുക. തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിവിധ അലേർട്ടുകളുണ്ട്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചില താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്ന അപ്ഡേറ്റ് കൂടി ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴയുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റുകളും നടത്തുക.